പ്രിയങ്ക ഗാന്ധി കോടീശ്വരിയാണെന്ന് അറിയാത്ത ആളുകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകില്ല. പ്രിയങ്ക ഗാന്ധി കോടീശ്വരിയാണ്, അവരുടെ ഭർത്താവ് കോടീശ്വരനാണ്, അവരുടെ കുടുംബപരമായി തന്നെ എല്ലാവരും രാജ്യത്ത് അധികാര കസേരകളിൽ ഇരുന്ന ആളുകളാണ്. അങ്ങനെ കുടുംബ സ്വത്ത്, ബന്ധുക്കളുടെ സ്വത്ത്, ഇതെല്ലാം ധാരാളം കോടിക്കണക്കിന് രൂപ ഉണ്ടാകുമെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. ഇപ്പോഴിതാ നവ്യ ഹരിദാസ്, അതായത് വയനാട് പാർലമെൻറ്റ് സീറ്റിലേക്ക് മത്സരിച്ച BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ പ്രിയങ്ക ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുനഃപരിശോധിക്കണം, ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് നിയമസാധ്യത നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ഹർജികൾ പ്രത്യേക സമയപരിധിക്കുള്ളിൽ നൽകപ്പെടേണ്ടതാണ്. 90 ദിവസമാണ് സാധാരണ പരിഗണിക്കുക. അതിനുശേഷം ഹൈക്കോടതി ഇതിന് പ്രത്യേക ബെഞ്ച് വെച്ച് ഈ ബെഞ്ച് നിയോഗിക്കും. ബെഞ്ച് ഈ ഹർജി പരിഗണിക്കും, പ്രാഥമിക വാദം കേൾക്കും. എന്നിട്ട് ഹർജി നിലനിൽക്കുന്നതാണെങ്കിൽ അതിനകത്ത് വാദം തുടരും. ഇല്ല, ഹർജി തള്ളിക്കളയേണ്ടതാണെങ്കിൽ ഉടനെ തന്നെ ഹർജി തള്ളിക്കളയുകയും ചെയ്യും. പ്രിയങ്ക ഗാന്ധിയുടെ സ്വത്ത് വിവരം നാമനിർദ്ദേശ പത്രിക അനുസരിച്ച് മുമ്പ് തന്നെ പുറത്തു വന്നതാണ്. ഏകദേശം 12 കോടിയോളം രൂപയാണ് പ്രിയങ്ക ഗാന്ധിക്ക് സ്വത്തായി ഉള്ളത്. സ്ഥാവര ജംഗമ വസ്തുക്കൾ, അതുപോലെ കാറുകൾ, സ്വർണ്ണാഭരണം, പിന്നെ സ്ഥിര നിക്ഷേപം, കൈവശമുള്ള കാശ്, ഇതൊക്കെയാണ് പ്രധാനമായും സ്വത്ത് വിവരങ്ങളിൽ വരുന്നത്. പിന്നെ കേസുകൾ, 3 കേസ് പ്രിയങ്ക ഗാന്ധിക്ക് എതിരെ ഉണ്ട്. അതെല്ലാം നാമനിർദ്ദേശ പത്രികയിലുണ്ട്. പക്ഷേ നവ്യയുടെ ആരോപണം ഇത് യഥാർത്ഥ സ്വത്ത് വിവരം മറച്ചുവെച്ചു. യഥാർത്ഥ സ്വത്ത് വിവരം മറച്ചു വെക്കുകയും ഇത്ര മാത്രമേ എൻ്റെ കൈവശം, ഇത്രയും സ്വത്ത് മാത്രമേ, ഇത്രയും സമ്പത്ത് മാത്രമേ എനിക്കുള്ളൂ എന്ന് പ്രിയങ്ക ഗാന്ധി നാമനിർദ്ദേശ പത്രികയിലൂടെ പറയുമ്പോൾ അത് വോട്ടർമാരിൽ തെറ്റായ ഒരു ധാരണ പടരാൻ ഇടയുണ്ട്. വോട്ടർമാരെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കാനാണ് പ്രിയങ്ക ഗാന്ധി ശ്രമിച്ചതെന്നാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട പരാമർശം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം. തെരഞ്ഞെടുപ്പ് റദ്ദാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചെലവ് വീണ്ടും സർക്കാരിന് വരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഹർജി പരിഗണിക്കുമ്പോൾ അത്രയും സൂക്ഷ്മതയോടുകൂടിയായിരിക്കും കോടതി ഈ ഹർജി പരിഗണിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിക്കെതിരെ നവ്യ ഹരിദാസിൻ്റെ ഈ നീക്കം BJPക്ക് കിട്ടിയ ഒരു തുറുപ്പുകുലാനാണ്. കാരണം BJPക്ക് ശോഭാ സുരേന്ദ്രനെ കൂടാതെ മറ്റൊരു വനിതാ നേതാവ് കൂടി, വനിതാ മുഖം കൂടി തെളിഞ്ഞു വരുന്നതിൻ്റെ ലക്ഷണമുണ്ട് നവ്യ ഹരിദാസിന്. നവ്യ ഹരിദാസ് മോശമല്ലാത്ത പ്രകടനം വയനാട് കാഴ്ചവെച്ചു. അതുമാത്രമല്ല, അവർ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഹർജിയുമായി രംഗത്ത് വരുമ്പോൾ അതിനകത്ത് അവരുടെ നിലപാടിൽ ഉറച്ചു നിന്ന് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ശോഭാ സുരേന്ദ്രനെ BJPക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ കേസിൻ്റെ സാധുത പരിശോധിക്കേണ്ടത് കോടതിയാണ്. അവരുടെ ഭർത്താവിന് മാത്രം ഏകദേശം 37.91 കോടി രൂപയുടെ സ്ഥാവര വസ്തുക്കളും 27.64 കോടിയുടെ ജംഗമ വസ്തുക്കളും, സ്ഥാവര ജംഗമ വസ്തുക്കൾ മാത്രം തന്നെ ഏകദേശം 60 കോടിയോളം രൂപയുടെ സ്വത്ത് റോബർട്ട് വധേരയ്ക്കുണ്ട്. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് 12 കോടി രൂപയുടെ സ്വത്താണുള്ളത്. അതിൽ 2.4 കോടി രൂപ നിക്ഷേപമാണ്, 52,000 രൂപ കൈവശമുണ്ട്, 2.1 കോടി രൂപയുടെ സ്വത്തുവകകളുണ്ട്, 4 ഏക്കർ ഭൂമിയുണ്ട്, 2 ഇടങ്ങളിലെ വീടുണ്ട്, ഷിംലയിലും അവിടെയൊക്കെ വീടുണ്ട്. ഇതൊക്കെ പ്രിയങ്ക ഗാന്ധിയുടെ കണക്കുകളാണ്. അവരുടെ സത്യവാങ്മൂലത്തിലുള്ള നാമനിർദ്ദേശ പത്രികയിലുള്ള അവർ സമർപ്പിച്ച കണക്കുകളാണ്. ഇതിൽ കൂടുതൽ സ്വത്ത് പ്രിയങ്കയ്ക്കുണ്ട് എന്നാണ് നവ്യ ഹരിദാസ് വാദിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി വാദത്തിൽ ഉറച്ചു നിൽക്കുകയും ഹർജിയുമായി മുന്നോട്ട് പോവുകയും ചെയ്താൽ നവ്യ ഹരിദാസ് BJPയുടെ മറ്റൊരു സ്റ്റാർ ഫൈറ്ററായി മാറും. അതാണ് ഈ കേസിലെ ഒരു എടുത്തു പറയത്തക്ക BJPക്ക് ഉണ്ടാകുന്ന ഒരു നേട്ടം. മറ്റൊന്ന്, പ്രിയങ്ക ഗാന്ധിയുടെ സ്വത്ത് വിവരങ്ങൾ കോടതി പരിശോധിക്കും എന്നത് കോൺഗ്രസിന് തിരിച്ചടിയാകില്ല എന്നത് ഉറപ്പാണ്. എന്നാൽ പ്രിയങ്ക ഗാന്ധി കോടീശ്വരിയാണെന്നുള്ള കാര്യം പരമാർത്ഥം എല്ലാ ആളുകൾക്കും അറിയാവുന്നതുമാണ്.